കഴക്കൂട്ടം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശരത്ചന്ദ്ര പ്രസാദ് കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ പറയുന്നത് അദ്ദേഹത്തെ തോൽപ്പിച്ചത് യൂസഫലി MA യൂസഫലിയാണ്, ലുലു ഗ്രൂപ്പിന്റെ MA യൂസഫലിയാണ് തോൽപ്പിച്ചതെന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. അതായത് അവിടെ മാത്രമല്ല, MA യൂസഫലി കഴക്കൂട്ടത്തും നേമത്തും ചാത്തന്നൂരും BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും MA യൂസഫലി ഇടപെട്ടിട്ടാണ് BJP വിജയിപ്പിച്ചതെന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. അഥവാ MA യൂസഫലി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് ഉറപ്പായിട്ടും വിജയിക്കുമെന്നും ഈ ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നുണ്ട്. അത് എന്ത് അർത്ഥത്തിലാണ്, ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ നമുക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ പറയണം. എന്നിട്ട് MA യൂസഫലി ഈ 3 മണ്ഡലങ്ങളിലെ ഓരോ മഹല്ല് കമ്മിറ്റിയിലും വിളിച്ചു പറഞ്ഞിട്ട് മഹല്ല് കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് UDF-നെതിരെ വോട്ട് ചെയ്താണ് BJP വിജയിപ്പിച്ചത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് മഹല്ല് കമ്മിറ്റി പറഞ്ഞിട്ട് കുറെ പേര് BJPക്കും വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം എന്തെങ്കിലും പിച്ചും പേയും പറയുന്നതാണോ എന്നൊക്കെ സംശയം തോന്നി ആദ്യമൊക്കെ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് കണ്ടു നോക്കിയപ്പോൾ ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കാര്യമായിട്ട് സത്യം പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം MA യൂസഫലിക്കെതിരെ കടുത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. MA യൂസഫലി BJP കേന്ദ്ര നേതാക്കന്മാരുടെ പിണിയാണ കാണുന്നെന്നും കേന്ദ്ര നേതാക്കന്മാർ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബിനാമികളാണ് എന്നൊക്കെയാണ് ശരത്ചന്ദ്ര പ്രസാദ് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. എന്ത് കഷ്ടമാണല്ലേ. അല്ലെങ്കിൽ തന്നെ ഒരാള് പറഞ്ഞെന്ന് കരുതിട്ട് ഈ മഹല്ല് കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒരാൾക്ക് വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനൊന്നും സംഭവിക്കില്ല. ഓരോരുത്തരുടെ ബോധ്യം അനുസരിച്ച് ചെയ്യും. അല്ലാതെ MA യൂസഫലി പറഞ്ഞിട്ടുള്ളൂ ചെയ്യൂ. MA യൂസഫലി ചിലപ്പോൾ 3 പാർട്ടിക്കാർക്കും പൈസ കൊടുക്കുന്നുണ്ടാവും ഒരു കച്ചവടക്കാരൻ എന്ന രീതിയിൽ. അല്ലാതെ എന്തിനാണ് ഇദ്ദേഹം തോറ്റെന്ന പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടം മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് പോലും വന്നില്ല. 1ാം സ്ഥാനം BJP, 2ാം സ്ഥാനം കടകംപള്ളി സുരേന്ദ്രനാണ്. ഏകദേശം 500-ൽ താഴെ വോട്ടിനാണ് കടകംപള്ളി സുരേന്ദ്രൻ തോറ്റത്. എന്നിട്ടും ഒരു 8000 വോട്ടിന് പിന്നിലാണ് ശരത്ചന്ദ്ര പ്രസാദ്. എന്നിട്ടാണ് അദ്ദേഹം ഈ കഥയൊക്കെ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ ഡെവലപ്മെന്റ്സ് നോക്കാം. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.